എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അച്ഛന് പുറത്ത് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദേ അപ്പക്കുട്ടനെയും കൂട്ടിയിട്ട് അച്ഛൻ പുറത്ത് പോയേക്കുമായിരുന്നു കേട്ടോ. അമ്മക്കുട്ടീനാണെങ്കിൽ കൂടെ കൊണ്ടുപോയില്ല, അതിൻ്റെ വാശിയിലാണ് അമ്മക്കുട്ടി. അച്ഛനാണെങ്കിൽ എന്തോ ബൾബ് എന്തോ സംഭവം കൊണ്ട് വാങ്ങിക്കാനായിട്ട് പോയതാണ് കേട്ടോ. അച്ഛൻ വന്നപ്പോഴത്തേക്ക് ഞാൻ ദേ മീൻ വെട്ടുകയാണേ. അമ്മക്കുട്ടി കൊണ്ടുപോകാത്തതിൻ്റെ ദേഷ്യത്തിന് അപ്പച്ചനോട് കണ്ടൊക്കെ പറയുന്നുണ്ട്. അമ്മക്കുട്ടിയാണെങ്കിൽ പാത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പച്ചനോട് വഴക്കിട്ടുണ്ട്. മാളുവാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണേ. അങ്ങനെ ഞങ്ങൾ ദേ ഊണ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കാനായിട്ട് ചിക്കനും മീൻ കറിയും മീൻ വേവിച്ചത്, മീൻ തേങ്ങ അരച്ച് വെച്ചത്, പിന്നെ മീൻ വറുത്തത്, പപ്പടം, അവിയൽ, മോര് കറി ഒക്കെ ഉണ്ട് കേട്ടോ. അണിത്തി ഉണ്ടാക്കുന്ന ഫുഡ് പിള്ളേർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഇതേ താഴെ ഇരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. പിള്ളേരെല്ലാവരും താഴെ വട്ടം കൂടിയിരിക്കുകയാണ് കേട്ടോ. പപ്പായും അവരോടൊപ്പം കൂടിയിട്ടുണ്ടേ. പപ്പയാണെങ്കിൽ മോനിങ്ങനെ എന്താ പറയുക, മോനെന്ന് ഉദ്ദേശിക്കുന്നത് മരുമോനെ, എൻ്റെ കെട്ടിയവനെ. അത് കൊടുക്കുക ഇത് കൊടുക്കുന്നൊക്കെ പപ്പ പറയുകയാണ് കേട്ടോ. എല്ലാവരും കൂടി അടുക്കളയിലിരുന്ന് ആണ് കേട്ടോ സാധാരണ കഴിക്കാറ്. അടുക്കളയിൽ അവിടെ ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിലിരുന്നാണ് കഴിക്കാറ്. ഇതിപ്പം എല്ലാവരും കൂടെ തിണ്ണയ്ക്കിരുന്നാണ് കേട്ടോ കഴിക്കുന്നത്. ടി വി കണ്ടിരുന്ന് കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ എൻ്റെ പാത്രത്തിൽ വന്ന് കൈയിട്ടിട്ട് അച്ഛൻ്റെ പപ്പടം തീർന്നപ്പോൾ എൻ്റെ എടുത്തുകൊണ്ട് പോകണം കേട്ടോ. അപ്പം അനിയത്തി പറയായിരുന്നു വേറെ തരാൻ പപ്പടം, രണ്ടുപേരും കൂടി അടിയിടണ്ടാന്ന്. ഞാൻ തിരിച്ചെൻ്റെ പപ്പടം എടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ദേ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമ്മുടെ അവിടുത്തേനേക്കാളും ചൂട് കൂടുതലാണ് ഇവിടെ. ഒരു തരത്തിലും പറ്റത്തില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അവിടെ ആയിരിക്കും ചൂടെന്ന്. പക്ഷേ ഇവിടെ എത്തിയപ്പം ഭയങ്കര ചൂട്. ഒന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കിടക്കാമെന്ന് കരുതിയപ്പോഴത്തേക്ക് ദേ ഇവിടെ ഭയങ്കര അടിയും ബഹളം കേട്ടോ. എന്നെ കിടത്തത്തേയില്ല. ഈ തുണി ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടൊക്കെ നമ്മുടെ കുട്ടപ്പന് ചില സമയങ്ങളിൽ തൊട്ടിയിൽ കിടക്കണം കേട്ടോ. അത് കാരണം ഈ തൊട്ടി ഇങ്ങനെ അഴിച്ച് മാറ്റിയിട്ടില്ല കേട്ടോ. അവന് ചെറിയ വഴക്കൊക്കെ ഉള്ള ആളായത് കാരണം അവനെ അങ്ങനെ തൊട്ടിയിലാണ് കേട്ടോ ചില സമയങ്ങളിൽ മാത്രം കിടത്തുന്നത്. അപ്പോൾ അങ്ങനെ ദേ എല്ലാവരും കൂടി ഭയങ്കര തമ്മിത്തല്. അതിനിടയിലാണെങ്കിൽ അനിയത്തി ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ, തണ്ണിമത്തൻ ജ്യൂസ്. കുട്ടപ്പു അത് കുടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. കുട്ടപ്പന് അത് കിട്ടിയത് കാരണം കുട്ടപ്പു ഈ കൂട്ടത്തിൽ കൂടിയിട്ടില്ല കേട്ടോ. ഉള്ള കളിപ്പാട്ടങ്ങൾ മുഴുവൻ കട്ടിലേൽ നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് തിന്നതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി കടന്നതാണ് കേട്ടോ. പക്ഷേ ദേ ഈ മാതിരി കാട്ടായാണ് കേട്ടോ ഇവിടെ എല്ലാം കൂടി കിടന്ന് കാണിക്കുന്നത്. ആൾ കൂടുമ്പോൾ അങ്ങനെയാണല്ലോ അല്ലെങ്കിലും. അപ്പം ഞങ്ങൾ ദേ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ജ്യൂസ് കുടിക്കണം കേട്ടോ. അനിയത്തി പറയണം എൻ്റെ വീഡിയോ ഒന്നും എടുത്താക്കരുത് കേട്ടോ, എൻ്റെ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. അപ്പം അങ്ങനെ അനിയത്തി പറയാണ് കേട്ടോ, അവളുടെ വീഡിയോയും ഫോട്ടോയും എടുക്കല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ പറയുകയാണ്. അവൾ എനിക്ക് രണ്ടാമത് തരാതെ അവളുടെ ചേട്ടായിക്ക് ഇതേ ഇങ്ങനെ ജ്യൂസ് രണ്ടാമത് കൊടുക്കുന്നുണ്ട്. ഇതാണ് സ്പെഷ്യാലിറ്റി. അവൾക്കാണെങ്കിൽ ചേട്ടായെന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ. ഒരാങ്ങളില്ലാതെ ആങ്ങളേനെ കിട്ടിയതല്ലേ, അപ്പോൾ അത് കാരണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ ദേ വൈകുന്നേരം ആയപ്പോഴത്തേന് പള്ളി പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങി. അനിയത്തിൻ്റെ പള്ളിയിൽ നിന്ന് പെരുന്നാളാണേ, കുറ്റൂരാണ് കേട്ടോ പള്ളി. അപ്പോൾ അങ്ങനെ അനിയത്തി എനിക്ക് കുറേ ചുരിദാറുകൾ തന്നു കേട്ടോ. അവൾക്ക് എടുത്ത ചുരിദാറുകളാണ്, അവൾക്ക് കിട്ടിയ ചുരിദാറുകളാണ് കേട്ടോ. പക്ഷേ അവൾ എനിക്ക് തന്നു കേട്ടോ അതെല്ലാം. കാരണം അങ്ങനെയാണ് കേട്ടോ, പണ്ട് തൊട്ട് അവൾക്കൊന്നുമില്ലെങ്കിലും അവളെ എനിക്ക് തരണമെന്നാണ് അവളുടെ ആഗ്രഹം. നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഇങ്ങനെ സൗണ്ട് കൊടുക്കുമ്പം പാട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പള്ളികളിൽ നിന്നുള്ള പാട്ടാണ് കേട്ടോ. നമ്മുടെ എല്ലാ പള്ളികളിലും പെരുന്നാളാണേ, അതിൻ്റെ പാട്ടിട്ടകന്നാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള വിശേഷങ്ങൾ. ടാറ്റ ബൈ ബൈ, സീ യു.